ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ അനന്ത സ്നേഹത്തെ ധ്യാനിച്ചും ഏറ്റുപറഞ്ഞും ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പൊതിയുന്ന ദിവ്യമാം സ്നേഹം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 27-ാം വാക്യം. ദ ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 7 വേഴ്സ് 7. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അവളെന്ന് വിശേഷിപ്പിക്കുന്നത് ജ്ഞാനത്തെ തന്നെ. പേഴ്സോണിഫൈഡ് വേർഷൻ ഓഫ് ഡിവൈൻ വിസ്ഡം. ദൈവം നൽകുന്ന ജ്ഞാനം. ഈ ജ്ഞാനം നമ്മെ ദൈവമിത്രങ്ങളാക്കുന്നു എന്നതാണ് ഈ വാക്യം. കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കാൻ, അനുഭവിക്കാൻ, ഏറ്റുപറയാൻ കർത്താവിൻ്റെ ജ്ഞാനം നമ്മെ ഒരുക്കുന്നു. മണ്ണായ മനുഷ്യന് ജീവനേകുന്ന കർത്താവിൻ്റെ സ്നേഹം. നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ ഒരുക്കിയ കർത്താവിൻ്റെ സ്നേഹം. നിത്യതയിലേക്ക് നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവമിത്രങ്ങളായി നമുക്ക് മാറണം. ഹോളിനെസ്, വിശുദ്ധി ഔട്ട്ഡേറ്റഡ് അല്ല എന്ന് തിരിച്ചറിയണേ. നന്മ ചെയ്യുന്നവരെ നോക്കി പുരികം ചുളിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴും തിരിച്ചറിയണം, ദൈവമിത്രങ്ങൾക്ക്, വിശുദ്ധി ജീവിത രീതിയാക്കിയവർക്ക് ഈ കാലത്ത് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാചകരാകണം. ഇന്നും കർത്താവ് അവൻ്റെ ജ്ഞാനം നമുക്ക് നൽകി നമ്മെ ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉയർത്തുന്നുണ്ടെന്ന് തിരിച്ചറിയണേ. കർത്താവിൻ്റെ ജ്ഞാനം നമുക്ക് തേടാം, അവൻ്റെ സ്നേഹം അനുഭവിക്കാൻ. ചില നേരങ്ങളിൽ എങ്ങനെയെന്നറിയാതെ ഉഴലുന്ന നേരത്ത് കർത്താവിൻ്റെ ജ്ഞാനം നമ്മെ സഹായിക്കും. യു ആർ സ്റ്റിൽ ലവ്ഡ് ബൈ ഗോഡ്. ഇപ്പോഴും നീ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പാത്രമാണെന്നും നീ ദൈവമിത്രമാണെന്നും ഈ ജ്ഞാനം നമുക്ക് വെളിപ്പെടുത്തി നൽകും. അതുകൊണ്ട് ആ ജ്ഞാനത്തിൻ്റെ നിറവ് കിട്ടാൻ ആഗ്രഹിക്കാം. സഭാപിതാവായ സെയിൻറ്റ് ഗ്രിഗറി ഓഫ് നൈസ പറയുന്നൊരു കാര്യം, ടു ബി വൈസ് ഈസ് ടു ലിവ് ഇൻ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്. ടു ബി വൈസ് ഈസ് ടു ലിവ് ഇൻ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്. ജ്ഞാനിയായിരിക്കുക എന്നാൽ കർത്താവുമായി സൗഹൃദത്തിൽ ആയിരിക്കുക എന്നാണ് അർത്ഥം. അത്തരമൊരു സൗഹൃദം നമുക്കും ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ. ഞങ്ങൾക്കായി സ്വർഗം ചൊരിയുന്ന ദൈവിക ജ്ഞാനമേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നിറയ്ക്കണമേ. എൻ്റെ തിരഞ്ഞെടുപ്പുകളെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ശൈലികളെ നീ പൗത്രീകരിക്കണമേ. നീതിയോടെ ദൈവപ്രീതിക്ക് ഉതകുന്ന രീതിയിൽ ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. മനുഷ്യ നന്മ ഞങ്ങളിലൂടെ സാധ്യമാകും വിധം ജ്ഞാനത്തിൻ്റെ പാതയിൽ ഞങ്ങളെ നയിക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.